ഉൾപ്പെട്ടിട്ടുണ്ട്. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രധാനമായി ഡ്രോൺ ആക്രമണം നടക്കുന്നത്? പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൃത്യമായി ഡ്രോണുകൾ ചേർക്കുന്നുണ്ട്, എങ്കിൽ പോലും സ്ഫോടന ശബ്ദങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ഇപ്പോൾ ഒരു സുപ്രധാന വിവരം പുറത്തു വന്നിരിക്കുന്നത് IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ യോഗം ചേർന്നിരിക്കുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകരുതെന്ന വാദം ഇന്ത്യ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു. 1.3 ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായമാണ് IMFന്റെ ബോർഡ് മീറ്റിംഗിൽ ഇന്ന് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. ഇത് പാകിസ്ഥാന് അനുവദിക്കരുത് എന്ന ശക്തമായ വാദം ഇന്ത്യയുടെ പ്രതിനിധി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീവ്രവാദത്തിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത്. സാമ്പത്തികമായി കൂടി പാകിസ്ഥാനെതിരെ കർശനമായ നീങ്ങുക എന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുന്നു. പാകിസ്ഥാന് നേരത്തെ 7 ബില്യൺ ഡോളർ സാമ്പത്തിക സഹായം കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പമാണ് നേരത്തെ 1.3 ഈ ക്ലൈമറ്റ് റെസിലിയൻസുമായി ബന്ധപ്പെട്ട് ലോൺ നൽകാനായുള്ള തീരുമാനം. അതാണ് ശക്തമായി ഇന്ത്യ എതിർത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാകില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ ഇന്ത്യ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കും. അതിനുള്ള നടപടികളും നടത്തുകയാണ്. 2018 ഈ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഇസ്ലാമാബാദ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് ഇനി ഈ ആഗോളതലത്തിൽ മണി ലോണ്ടറിംഗ് നടത്തുക, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയതിനോടൊപ്പം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. അങ്ങനെ സാമ്പത്തികമായ ഒരു പ്രഹരം പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ബോർഡ് യോഗത്തിൽ അത് അനുവദിക്കരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ നിലപാട് വിക്രം മിശ്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അമൃത്സറിലെ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നു. അമൃത്സറിലെ അജ്ഞാറ റോഡിന് ചുറ്റും വ്യോമസേന ശക്തി ഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ കനത്ത വെടിവെപ്പ് ശബ്ദങ്ങൾ വരുന്നു എന്നാണ് വരുന്നത്. അമൃത്സറിലെ അജ്ഞാറ റോഡിലാണ് ഇപ്പോൾ വെടിവെപ്പ് ശബ്ദം കേൾക്കുന്നത്. ഇത് തടയാനുള്ള നീക്കം അവിടെ ശക്തമായി എടുക്കുന്നു. ഈ മറ്റൊരു പ്രധാന കാര്യം, ഇന്നലത്തെ അതേ സമാനമായ രീതിയിൽ പാകിസ്ഥാൻ സിവിൽ വ്യോമാതിർത്തി അടച്ചിട്ടില്ല. സിവിലിയൻ വിമാനങ്ങളെ കവചമാക്കിയുള്ള ആക്രമണം, ദുബൈയിൽ നിന്ന് ലാഹോറിൽ ലേക്കുള്ള വിമാനം മറയാക്കിക്കൊണ്ടാണ് ഡ്രോണുകൾ എടുക്കുന്നത്, ഡ്രോണുകൾ അയക്കുന്നത് എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിനെതിരെയാണ് ശക്തമായ നീക്കം നടക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് കാർഗിലിൽ. വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. നാളെ 5:30 വരെയുള്ള ബ്ലാക്ക് ഔട്ട് ആണ് കാർഗിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജാഗ്രത നേരത്തെ തന്നെ രാഷ്ട്രം തുടർന്നിരുന്നതാണ്. എന്തായാലും ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്നും വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായി. ഈ കേന്ദ്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. പത്താൻകോട്ട്, ഉറി, അതായത് ഇന്നും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് മനു പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. കൃത്യമായി ഇന്നലെ നടത്തിയതുപോലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഡ്രോൺ ആക്രമണം വളരെ ശക്തമായ രീതിയിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നു. ചൈനീസ് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റിന്റെ കോൺസ്റ്റലേഷൻ ഓർബിറ്റുകളിലെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ശക്തമായ ഡ്രോൺ ആക്രമണമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവന്തിപുരയിലെ എയർബേസ് അടച്ചിട്ടിരിക്കുന്നു. അവന്തി അടയ്ക്കാനായുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. അതിന് സമീപത്ത് ശക്തമായ സ്ഫോടനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. ഒരു ഡ്രോൺ രജൌറിയിൽ വെടിവെച്ചിട്ട് വീഴ്ത്തിയിരിക്കുന്നു. കത്വയിൽ ആക്രമണം എന്ന വിവരങ്ങൾ വരുന്നു. ജയ്സാൽമീറിൽ ആക്രമണം വരുന്നു. ജയ്സാൽമീർ ബോർഡറിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം തുടരുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നു. ശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നു. അതിനെ കനത്ത രീതിയിലുള്ള പ്രതിരോധം നടക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ ഈ അമൃത്സറും പഞ്ചാബിന് സമീപ പ്രദേശങ്ങളിലും ആണ് കനത്ത ആക്രമണം നടക്കുന്നത്. ജയ്സാൽമീറിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. പവർ കട്ട് കാര്യക്ഷമമാക്കിയിരിക്കുന്നു. അവിടെ അതിർത്തി മേഖലകളിൽ ലൈറ്റ് ഉപയോഗിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഈ ഡ്രോണുകൾക്കൊപ്പം തന്നെ അതിർത്തിയിൽ കടന്നുള്ള വെടിവെപ്പുണ്ട്, ആർട്ടിലറി ഫയറിംഗ് ഉണ്ട്. പീരങ്കി ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ശക്തമായി നേരിടാനുള്ള ശ്രമമാണ്. അമൃത്സറിലും പഞ്ചാബിലും നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോൺ ആക്രമണങ്ങളെ ഇതുപോലെ തന്നെ ശക്തമായി തടഞ്ഞിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അപ്പോൾ ഇന്ത്യ ആക്രമണങ്ങളെ ചെറുക്കുന്നു എന്ന വിവരം തന്നെയാണ് വരുന്നത്.